പ്രീത, ഈ മാലാപാർവതിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ അടുത്ത ദിവസങ്ങളിൽ മാലാപാർവതി എയറിലാണെന്ന് തന്നെ പറയാം. പക്ഷെ പലതവണ എയറിലായിട്ടുണ്ട്. പക്ഷെ മാലാപാർവതി എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ഈ വിഷയങ്ങളൊന്നുമല്ല എപ്പോഴും ഓർമ്മ വരുന്നത്. കുറേ കാലം മുൻപ് മനോരമ പത്രത്തിൻ്റെ ഇതിൽ ഈ നമ്മുടെ തമ്പാനൂര് കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പം നമുക്ക് തമ്പാനൂർ വലിയ ബുദ്ധിമുട്ടൊന്നും, ഒരു രാത്രി വൈകിട്ട് ഒരു സ്ത്രീ അവിടെ എത്തിപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടാറില്ല. ഇപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ പകൽ പോലും സ്ത്രീകൾ വന്നാൽ നിരവധി ശല്യങ്ങൾ അവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആ രാത്രി വളരെ വൈകിട്ട് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അവർ ചെയ്തിട്ടുള്ളൊരു ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ രാത്രി വളരെ വൈകി ഈ അവിടെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ എന്ന നിലയിൽ നിൽക്കുകയും, അപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഒരു സ്ത്രീ സുരക്ഷയാണോ? ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു സ്ത്രീ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഇത് ചെയ്തത്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കിയവരാ. മാലാപാർവതി എന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഓർമ്മ വരുന്നത് ആദ്യം അതാണ്. അപ്പോൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം. അവരുടെ സിനിമകളോ സീരിയലുകളോ ഒന്നും അതിനേക്കാൾ ഉപരി എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. പക്ഷെ അവരിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ഈ തുടരെ പല അവസരങ്ങളിലായി കേൾക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നുന്നു. അതായത് അവര് ഇപ്പോൾ ഈ വിൻസി അലോഷ്യസ് ഷൈം ടോമിനെതിരെ പരാതി കൊടുക്കുന്നു, മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഈ മാലാപാർവതി ഒരു ഓൺലൈൻ ചാനലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞ സെൻറ്റൻസ് ഞാൻ അതുപോലെ പറയാം. അതായത്, ബ്ലൗസ് ശരിയാക്കാൻ പോകുമ്പോൾ ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കര സ്ട്രെസ്സായി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് ഒരു സ്കില്ല് വേണം, ഇത് മിടുക്കോടെ കൈകാര്യം ചെയ്യാൻ ഒരു സ്കില്ല് വേണം, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഈ സ്ത്രീകൾ രാത്രി ഒറ്റപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പൊതുസമൂഹത്തിനെ കാണിച്ചു കൊടുത്ത സ്ത്രീ എപ്പോഴും രാത്രി ഒരു സ്ത്രീ ഒറ്റയ്ക്കിറങ്ങിയാൽ ഇങ്ങനെയാണ് നിങ്ങൾ പുരുഷന്മാരെ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണിച്ചു കൊടുത്ത മാലാപാർവതിയാണ് ചോദിക്കുന്നത്. വളരെ നിസ്സാരവൽക്കരിച്ച് ചോദിക്കുകയാണ്, പോടാന്നങ്ങ് പറഞ്ഞാൽ പോരെ, അവരങ്ങ് പൊക്കോളൂ എന്ന്. അത് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ചിന്തകൾ വരുന്നതായിരിക്കാം. ആ പ്രായത്തിലുള്ള മാലാപാർവതി അല്ല ഇന്നത്തെ മാലാപാർവതി. അല്ല, ആയിരിക്കാം, ഞാൻ പറയുന്നതാണ്, ആയിരിക്കാം. ഇപ്പോൾ ഞാനൊക്കെ വളരെ ധൈര്യത്തോടെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അടുത്തൊക്കെ സുഹൃത്തുക്കൾ തന്നെ പറയും, അയ്യോ അതിനടുത്തൊന്നും പറഞ്ഞേക്കരുതേ എന്ന് പറയാം. അത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് അത് കേൾക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ എത്ര ധീരരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഷോക്കായി പോകും. ഈ ആദ്യകാലത്ത് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ബസ്സിൽ കയറുമ്പോൾ ആരെങ്കിലും ഒന്ന് ഞോണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രീസായി പോകും, ഐസ് പോലെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മൈൻഡും ബോഡിയും എല്ലാം ഫ്രീസായി പോകും. അങ്ങനൊരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ മാലാപാർവതി ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ അവർ പരുവപ്പെട്ടിട്ടുണ്ടാവാം. ആരെന്ത് പറഞ്ഞാലും അവരതിനെ ചിലപ്പോൾ അവർ പറയുന്നത് ഒരു തമാശയായിട്ട് എടുത്തുകൂടെ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഈ മാലാപാർവതി തന്നെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇൻ്റർവ്യൂവിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൈരളിയിൽ ജോലി ചെയ്ത സമയത്ത് കുറേ നാൾ സാലറി ഇല്ല. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാണ്, സാലറി ഇല്ലെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ മറ്റൊരു ചാനലിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ജോലി ചെയ്യുന്നു, അവിടെയും കാശ് മുടക്കിയാണ് ജോലി ചെയ്യുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന പുതിയ മാനേജ്മെൻറ്റ് വരും, അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാകും. അപ്പോൾ പുതിയ മാനേജ്മെൻറ്റ് വന്നു, ഇവരെ ഒരു മീറ്റിങ്ങിനായിട്ട് അവിടെ വിളിച്ചപ്പോൾ മാലാപാർവതിയോട് പറയുന്നത്, സാലറി എത്ര വേണമെങ്കിലും തരാം, പക്ഷേ ഒരു സഹോദരിയായി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവർ വിഷമത്തോടെ അവിടെ നിന്ന് ആ ജോലി ഉപേക്ഷിച്ച്, അതൊരു തമാശയായിട്ട് അവർക്ക് ചോദിച്ചത്. അപ്പൊ കണ്ണീരോടുകൂടി കരഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ മോൻ ചികിത്സയിലിരിക്കുന്ന സമയമാണ്, കാശില്ല. ഭർത്താവിനോട് വന്ന് പറയുന്നു, ഭർത്താവ് ആശ്വസിപ്പിക്കുന്നു. ആ മാലാപാർവതി പറഞ്ഞപ്പോ ആലപ്പി അഷ്റഫ് ഒരു പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ മകനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കാം ഈ മാനസിക പരിവർത്തനം വന്നത്. അപ്പൊ എന്റെ മകൻ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾക്കൊരു തമാശയായി കണ്ടുകൂടെ? ആ മാതൃ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചിന്തകൾ ഉണ്ടായ പരിവർത്തനമായിരിക്കാം. മറ്റൊരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവർ മൊഴി കൊടുക്കുകയും മറ്റു പലരെയും മൊഴി കൊടുക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് എല്ലാവരും അംഗീകരിച്ച അവരൊരു മാതൃകാ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അവരോടൊരു മതിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഹർജിക്ക് പോയി. എന്തിനാ? ഈ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകരുത് എന്ന് പറഞ്ഞു, വലിച്ചഴിക്കരുത്. അപ്പൊ അത് ഒരു പരസ്പര വിരുദ്ധമായ ഒരു നിലപാടായിട്ടാണ്. അപ്പൊ അതിനുശേഷം ഇവരുടെ ഓരോ വാക്കുകളിലും ഈ ഒരു പരസ്പര വിരുദ്ധമായ നിലപാട്
അതായത് അതിനെ സ്ത്രീ വിരുദ്ധത എന്ന് തന്നെ പറയാം നമുക്ക്, ഇല്ലേ? തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റൊരു കാര്യമുള്ളത്, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരിപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു നടിയാണ്. ഈ പറയുന്ന നടന്മാരെയൊക്കെ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഉന്നതന്മാരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പിണക്കിയിട്ട് അവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അതവർക്ക് നന്നായിട്ട് അറിയാം. വിൻസി അലോഷ്യസിനേക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് മാലാ പാർവതി. മാലാ പാർവതി മീഡിയ രംഗത്ത് നിന്ന് വന്ന ആളാണല്ലോ. മാലാ പാർവതിക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ ആരെയും പിണക്കണ്ട. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ചാൻസ് കിട്ടും, അവർക്ക് അവരുടെ അവസരങ്ങൾ ഇല്ലാതാകില്ല. സ്വന്തം നിലനിൽപ്പാണ് അതിന്റെ എല്ലാം പിന്നിൽ. അതെ, സ്വന്തം നിലനിൽപ്പ് നോക്കാതെ സഹപ്രവർത്തകർക്കും നീതികേടിനെതിരെ സംസാരിക്കുന്നവർക്കെല്ലാം അവരെ ആരെങ്കിലും ഫീൽഡിൽ നിൽക്കാറുണ്ടോ? ഏത് ഫീൽഡിലായാലും. സിനിമാ ഫീൽഡ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ പ്രൊഫഷനിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് മോശക്കാരിയായിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ച് നമ്മൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് അവർ എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കുകയും വാദിച്ചവർ പുറത്താകുന്നതും നമ്മൾ ഒരു മോശക്കാരാവുകയും ചെയ്യുന്നത് മാത്രമല്ല, ഈ വാദിച്ച ആള് പിന്നീട് നമ്മളെ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വാദിക്കുന്ന ആ ആള് പിന്നീട് നമ്മൾ അറിയുപോലും ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്നത് ആളായിരിക്കും, അവരായിരിക്കും. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മാലാ പാർവതി സ്വന്തം നിലനിൽപ്പ് നോക്കുന്നത്. പിന്നെ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് പൊതുവെ സെറ്റിലെല്ലാം കൃത്യതയോടെ വരികയും ഷെഡ്യൂളെല്ലാം കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇവർ പറയുന്നു അവൻ പ്രൊഫഷണലി അവൻ ഓക്കെയാണ്, വർക്കിൽ അവൻ ഓക്കെയാണ്, അതുകൊണ്ടാണ് അവന് വീണ്ടും വീണ്ടും സിനിമ കിട്ടുന്നതെന്ന് അവർ ഷൈനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വിൻസിയെ കുറിച്ച് ഇവരെന്താ പറയുന്നത്? ഇപ്പോൾ വിൻസിക്ക് നേരത്തെ തന്നെ ഷൈനെ അറിയാം, ഇവർ നേരത്തെ പരിചയമുള്ളവരാണെന്ന്, സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോണ് തന്നെ വിചാരിക്കും നമുക്ക് വളരെ അടുത്തറിയുന്ന, അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാളിനോട്, നേരത്തെ അറിയുന്ന ഒരാളിൻ്റെ കൂടെ നമ്മൾ സേഫ് ആയിരിക്കും എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഇതേ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ വേറെ കൂടുതലായിട്ടല്ല, എന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ഇവനെ എനിക്ക് നേരത്തെ അറിയുന്നവനാണല്ലോ. അപ്പം വേറൊരാൾ നമ്മളോട് മോശമായി പെരുമാറാൻ വന്നാൽ ഇവൻ നമ്മൾ പ്രൊട്ടക്ഷൻ ഒരുക്കും, നമുക്ക് ആ ഒരു കൂടപ്പിറപ്പായിരിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നും ഒരു മോശം, എന്താണ് ബ്ലൗസിൻ്റെ ഹൂക്ക് ശരിയാക്കാൻ പോകുമ്പോൾ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ ജോണിന്? അത് തമാശയാണ്. മാലാ പാർവതിയോട് ആരെങ്കിലും ചോദിച്ചാൽ അത് തമാശയായിരിക്കും. മാലാ പാർവതിയുടെ ഒരു മകളുണ്ടെങ്കിൽ മകളോട് ചോദിച്ചാൽ അത് തമാശയായിട്ട് തോന്നുമായിരിക്കുമോ? ഇല്ല, അതൊന്നും അത്ര വലിയ തമാശയല്ല. പിന്നെ ഡബിൾ മീനിങ്ങിലെ സംസാരം, അതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട. അതിൻ്റെ ഷൈൻ്റെ ഓരോ ഇൻ്റർവ്യൂവിലും ആങ്കർമാരോട്, അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അവർ പ്രാങ്കുകളാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് നടത്തുന്നതെല്ലാം. ഈ ഗസ്റ്റ് മൈക്കൂരി എറിയുക, ആങ്കറെ തെറി വിളിക്കുക, ആങ്കറെ കരയിപ്പിക്കുക, ഇങ്ങനെ കുറെ പ്രാങ്കുകൾ. അതായത് നമ്മുടെ ആൾക്കാരെ കാണാൻ താല്പര്യപ്പെടുന്നത് അതായിരിക്കാം എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവരത് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള പല ഇൻ്റർവ്യൂവിലും ഷൈനിൻ്റെ പെർഫോമൻസ് കാണുമ്പം ഇതിനൊക്കെ എന്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് സാമാന്യ ബോധത്തിൽ പലർക്കും തോന്നുന്നുണ്ട്. റീച്ചുണ്ട്, കാശാണ് മുഖ്യം, ഇല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്താലും അതിനെ സഹിക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്, ഇത് ആസ്വദിക്കുന്ന സ്ത്രീകളും ഉണ്ട്, അതിനോട് സഹകരിക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ പറയുമ്പോൾ സ്ത്രീകൾ ആരും ഡബിൾ മീനിങ് സംസാരിക്കില്ല, അതിനെ ഇഷ്ടപ്പെടില്ല എന്ന് സ്ത്രീകളെ മുഴുവൻ നമ്മളങ്ങ് വിശുദ്ധരാക്കുന്നതല്ല. ഒരു വിഭാഗമെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് സഹകരിക്കുകയും അവരിതെല്ലാം പറയുകയും ചെയ്യുന്നവരുണ്ട്. അതിനർത്ഥം എല്ലാ സ്ത്രീകളും അതിനെ അതേപോലെ ഇഷ്ടപ്പെടുന്നവരും അംഗീകരിക്കുന്നവരുമാണ് എന്നല്ല. ചിലപ്പോൾ മാലാ പാർവതിയുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൽ അതൊക്കെ തമാശയായിരിക്കാം. പ്രായം കൂടുന്നതനുസരിച്ച് പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ അതെല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു 20-25 വയസ്സിൽ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ പക്ഷെ അവർ ആലോചിക്കേണ്ടത് മറ്റ് സ്ത്രീകൾ അങ്ങനെ അല്ല എന്നുള്ള കാര്യം അവരൊന്ന് ചിന്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നടി രഞ്ജിനി, അവരിപ്പോൾ ഏജ്ഡ് ഒക്കെ ആയി വരുന്നവരാണ്. അവർ ഇതിനെ എതിർത്ത് ഇവർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ, ഭാഗ്യലക്ഷ്മി അവരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഉൾക്കൊണ്ടെങ്കിലും ഇനിയെങ്കിലും മാലാ ഇനി അഥവാ ഏറിൽ നിൽക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കുമോ? അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതങ്ങ് പറയുകയാണ്. ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ സ്കില്ല് വേണം. ആ സ്കില്ല് കോച്ചിങ് എങ്ങാനും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ നമുക്ക് പെൺപിള്ളേരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ച് ആ സ്കില്ല് പഠിക്കാൻ വിടാമായിരുന്നു, ഇല്ലേ? അവർക്കാകുമ്പോൾ അതൊക്കെ പറയാമല്ലോ, എന്തും പറയാൻ പറ്റുന്ന. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ടെന്നാണ്. അവരിപ്പോ ഒരു സേഫ് സോണിലാണെന്നാണ് തോന്നുന്നത്, ഇല്ലേ? അപ്പൊ പിന്നെ അവർക്ക് ആരെയും പേടിക്കണ്ട. ഇനി അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് തമാശയായിട്ട് എടുക്കാനുള്ള മാനസിക പരിവർത്തനം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവരെങ്ങനെ പറയുന്നത്. അവർ പിന്നീട് വന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റിയ ഒരു പിഴവാണ്, ആ സമയത്ത്
എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം എന്നാ പെട്ടെന്ന് പറയരുത്, അതെ അതെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വെക്കാം. ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പറയില്ലേ, സോഷ്യൽ മീഡിയയിൽ ഉടൻ പ്രതികരിക്കുക എന്നുള്ളൊരു, ആൾക്കാർ എന്ത് നടന്നാലും ഉടനെ പ്രതികരിക്കും, ആൾക്കാർ പോസ്റ്റ് ഇടും. ചില ആൾക്കാരുണ്ട് പ്രതികരിക്കില്ല, അവർ വെയിറ്റ് ചെയ്യും എന്താ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി രണ്ടു വശവും പരിശോധിച്ച ശേഷം മാത്രം പ്രതികരിക്കുന്ന ചില ആൾക്കാർ. അതിനെയാണ് പക്വത എന്ന് പറയുന്നത്. ചില ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഉടനെ ആദരാഞ്ജലികൾ ഇടുകയാണ്. അപ്പൊ അതുപോലെ പല വിഷയങ്ങളിലും ഇതുപോലുണ്ട്. അപ്പം അറിയാതെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. വെറും ഒരു സാധാരണ സ്ത്രീയല്ല, വീട്ടിനകത്തിരുന്ന ഒരു വീട്ടമ്മ കമൻ്റ് ഇടും പോലെ അല്ല. ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോകൾക്ക് ഒരുപാട് വീട്ടമ്മമാരും എല്ലാം കമൻറ്റിന് വില കുറച്ച് കാണുന്നതല്ല, പക്ഷെ അത് ആൾക്കാർ വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇവരങ്ങനെ ഒരാളല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു വിഭാഗം സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ അവരെ കരുതാം. അപ്പോൾ അവർ പറയുന്ന ഓരോ വാക്കും അവർ ശ്രദ്ധിക്കണം. മാത്രമല്ല അവരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ച് വേണം അവർ പെരുമാറാൻ, ഇല്ലേ? ആ സമയത്ത് അവരത് തമാശയായിട്ടൊന്നും എടുത്തില്ല, വീട്ടിലെ വിഷയമൊക്കെ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും മാലാപാർവതി ഇനിയും എയറിലാകും, ഇനിയും നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കേണ്ടി വരും. ഇതേ നിലപാട് തന്നെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവസരങ്ങൾ കിട്ടാൻ വേണ്ടി. സിനിമയിൽ അങ്ങനെയാണല്ലോ, സിനിമയിൽ വലിയ വിഷയങ്ങൾ വരുമ്പോഴും പലരും മിണ്ടാറില്ല. ഈ വാർത്ത വന്നപ്പോൾ വന്ന മറ്റൊരു കമന്റ്, അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ടോം ചാക്കോ അപകടകാരി അല്ല, സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണ്, അതുകൊണ്ട് അയാളെ ഇനി അടുത്ത സിനിമയിൽ വിളിക്കണ്ട എന്ന് തീരുമാനിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിൻസി അലോഷ്യസിനെ സിനിമയിലേക്ക് വിളിച്ചാൽ അവർ പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് വിൻസിയെ ഒഴിവാക്കുക. ഇതാണ് സംഭവിക്കുന്നത്. എല്ലാവരും പറയുന്നത് അത് മാലാപാർവതിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞു മെഴുകി ഒരു പരുവത്തിലങ്ങ് പോയത്. അപ്പോൾ അതുകൊണ്ട് മറ്റവർക്ക് സന്തോഷമായി. വിൻസി അലോഷ്യസിന് വിഷമമായാലും കുഴപ്പമില്ല, വിൻസി അലോഷ്യസിന് ഇനി എത്ര സിനിമ കിട്ടുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും. അവർ നല്ല കഴിവുള്ള ഒരു നടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമാണ്. തമ്മിൽ എന്താ അവിടെ നടന്ന പ്രശ്നങ്ങൾ പിന്നീട് അവർ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇടപെട്ട ആളുകളൊക്കെ പിന്നീട് വലിയ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അഭിപ്രായമൊക്കെ പറയാം. അല്ല, നമുക്ക് പറയാം, ഇവർക്ക് നേരത്തെ അറിയുന്ന ആളല്ലേ, മോശമായി പറഞ്ഞാൽ ഒറ്റയടി കൊടുത്താൽ പോരായിരുന്നോ, നേരിട്ട് ഹാൻഡിൽ ചെയ്താൽ പോരായിരുന്നോ? കാരണം നിയമത്തിന്റെ വഴിയിൽ പോയാൽ എത്രത്തോളം നീതി ലഭിക്കും എന്നതിനെ കുറിച്ച് ആശങ്കയുള്ള സ്ഥിതിക്ക് ഇതുപോലെ പല അഭിപ്രായം വരും. അമ്മയെ തെല്ലിയാലും രണ്ട് വശം വരും. അതുകൊണ്ട് അവർ ഒരടിയും കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ പറയാം. പക്ഷെ ആ സമയത്ത് ആ മാനസികമായിട്ടുള്ള ഒരു ആഘാതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. മാലാപാർവതി മനസ്സിലാക്കട്ടെ. അതെ, മാലാപാർവതി മനസ്സിലാക്കട്ടെ. ശരി.